രക്ഷപ്പെട്ടു വന്നപ്പോ ഇത് വഴി മാട് വരുത്. ഏത് വഴി വേണോ മാട് വരാം. എങ്ങനെയുണ്ടായിരുന്നു ജെല്ലിക്കെട്ട്? അടിപൊളി അടിപൊളി. ലൈഫ് ടൈമിൽ ഇനി കാണാൻ പറ്റുമെന്ന് നമ്മളെ സഹായിച്ചത്, നമ്മളെ ഇതുവഴി വരാൻ വേണ്ടി സഹായിച്ചത്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ഊട്ടി. ഊട്ടി ഗ്രാമമാണ് ബാക്കി കാണുന്നത്. ഒരു ഡാമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, അതെല്ലാം കാണണം. ഇതിനാണ് ഇവിടെ ഒന്നും ആൾ നിർത്താറില്ല. പിന്നെ ഇവിടെ ഉള്ള ഒരു ആൾക്കാർ സാധാരണക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ഗ്രാമം നൻപകൽ നേരത്തെ മയക്കത്തിൽ കൂടെ ജീവിക്കുന്നത് 2 ദിവസങ്ങൾ. ഇത് ഞാൻ പറഞ്ഞ പറിച്ചാണ്. ഇത് ഞങ്ങളുടെ മോള്, ഐമി മോള്, നമ്മളെ ദത്ത് മോള്. ഇത് 3 എന്റെ മോള്. ഉപ്പുമ്മ ഫാമിലി. ഇത്തവണത്തെ ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയല്ല നടന്നത്. കൊടൈക്കനാലെത്തി ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കുറേ റീൽസൊക്കെ ഞങ്ങൾ സേവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പക്ഷേ ഞങ്ങൾ യാത്ര ചെയ്തത്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് കുറേ സംഭവങ്ങളെ കാണാൻ പറ്റിയതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഉള്ളിലേക്ക് 37 കിലോമീറ്റർ മാറിയിട്ടുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം ഞങ്ങൾക്ക് പ്ലാനിലുണ്ടായിരുന്നു മന്നമന്നൂർ പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മന്നമന്നൂർ, കൂക്കൽ, പൂമ്പാറയൊക്കെ വിചാരിച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പൂമ്പാറ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ നോക്കിയപ്പോൾ കുട്ടികളുടെ ഒരു മത്സരം നടക്കുക, മറ്റേ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം വണ്ടിയൊക്കെ അവിടെ നിർത്തി അവരുടെ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാണ്. നമ്മളിപ്പോൾ പൂണ്ടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പൂണ്ടി എത്തിയപ്പോൾ അന്ന് ഞങ്ങൾ പോയ ദിവസമായിരുന്നു വിജയ് CM ആയിട്ടുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ TVKയുടെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഫ്ലാഗൊക്കെ ഉയർത്തുകയും അതുപോലെ അവരുടെ ഷോളൊക്കെ ഇട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് കൂടെ തന്നതാണ് ഷോള്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാർട്ടി നേതാക്കളൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അവരിങ്ങനെ കൊടി ഉയർത്താൻ പോവാണ്, നിങ്ങളും കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ലഡുവൊക്കെ തന്നു. ഒന്നും കുഴപ്പമില്ല. അങ്ങനെ TVKയുടെ ഫ്ലാഗൊക്കെ ഉയർത്തി കഴിഞ്ഞപ്പോഴാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ അടുത്തായിട്ട് പോലൂർ എന്നൊരു വില്ലേജ് ഉണ്ട്, അവിടെ ഇന്ന് ജല്ലിക്കെട്ട് നടക്കുവാണ്. ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും, അങ്ങോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് ജല്ലിക്കെട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കേൾക്കേണ്ട താമസം നേരെ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു. അപ്പോൾ ആ പാർട്ടി നേതാക്കൾ 2 പേര് ഞങ്ങളുടെ ഫ്രണ്ടേ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഈ പൂണ്ടിയിൽ നിന്ന് പോലൂരേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പോലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുവാണ്. കുറേ ആൾക്കാർ ടെറസിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോൾ നോക്കിയപ്പോൾ ജല്ലിക്കെട്ടിനുള്ള കാളകൾ ഓരോന്നായിട്ട് ജല്ലിക്കെട്ട് തുടങ്ങുന്നത് ഇവിടുന്ന് കുറച്ച് മുകളിൽ നിന്നാണ് ജല്ലിക്കെട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഓരോ കാളകളെയായിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ വലിയ കാളകളെയൊക്കെ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാനായിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയി കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു 100 മാടുകൾ, അവർ പറയുന്ന മാടെന്നാണ്, 100 മാടുകളുണ്ട് ജല്ലിക്കെട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് പതുക്കെ ഇവിടുന്ന് പോകുന്നതേ ഉള്ളൂ. കുറേ സമയം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. താമസിച്ചാണ് തുടങ്ങിയത്. ഞങ്ങൾ പോയ സമയത്ത് മാടുകളെല്ലാം മേളിലേക്ക് പോകുന്നതാണ് കണ്ടത്.
അപ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കയറി നിന്നു. അപ്പോൾ അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞു ഇത് മാട് വരുന്ന വഴിയാണ്, ജല്ലിക്കെട്ട് നടക്കുന്ന വഴിയാണ്. അപ്പോൾ ഈ 2 സൈഡിൽ നമ്മൾ നിന്നാൽ പോകുന്ന വഴിയിൽ അത് കുത്തി താഴെ ഇട്ടിട്ട് പോകും. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരാൾ കുത്തു കൊണ്ടിട്ട് പോകുന്നത് കണ്ട്, ജല്ലിക്കെട്ടിന് പോയ വഴിയിൽ ആളെ കുത്തിയിട്ട് പോയത് കണ്ട്. അപ്പോൾ അവിടെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇങ്ങനെ കാള കുത്തും, പിന്നെ അതുമല്ലാതെ പരസ്പരം അവർ അടി ഉണ്ടാക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് സാധാരണമാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ വഴി നിന്ന് മാറി കുറച്ചുകൂടെ വേറൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു. കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ടാണല്ലോ നമ്മൾ കാണാൻ പോയത്. അപ്പോൾ നോക്കിയപ്പോൾ ദേ അപ്രതീക്ഷിതമായിട്ടാണ് ഇല്ലിക്കാട് ടീഷർട്ടിൻ്റെ പുറകിൽ കാള. ഈ ഒരു അക്കയാണ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടെ പൊക്കമുള്ള ഒരു സ്ഥലത്ത് നിർത്തിയത്. അവർ പറഞ്ഞു ആ സ്ഥലത്താണ് അവർ വർഷങ്ങളായിട്ട് നിന്ന് ജല്ലിക്കെട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് അവിടെ നിൽക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു പൊക്കമുള്ള സ്ഥലത്തേക്ക് ആ അക്കയാണ് ഞങ്ങളെ മാറ്റിയത് കേട്ടോ. ഞങ്ങൾ നിന്നതിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഒരു മാട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൻ ജല്ലിക്കെട്ടിനുള്ള ആളായിരുന്നെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. மாணவருக்கு ஆசை குளிர் தரும் வைத்தருவார். மாணவருக்கு ஓடியா 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 பின்னருவா வந்துட்டு வந்துட்டு மாடு வருது. அருமையான மேடப்பா, அருமையான மேடம், அருமையான மேடம், அருமையான மேடப்பா. ஓடிக்க 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 மாடு வருது. மாடு மேல போடு, மேல 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 வேணுப்பா. லைட்டம் வருது. ஏப்பா மாட்டுக்கு முன்னாடி வருங்க. அருமையான மாடப்பா, அருமையான மாடப்பா. மாட்டுக்கு முன்னாடி வருங்கப்பா, மாட்டுக்கு முன்னாடி வருங்க மாடப்பா. சூப்பர் மாடு, சூப்பர் ஓடுப்பா, அருமையான மாடப்பா. ஓடுங்கப்பா, ஓடுங்க 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 மாப்பிள்ளை. நபர்களுக்கு மட்டுமே குளிர்பானம் வழங்குகிறார்கள். அந்நாசை அஞ்சேரான 10-20 മാടുകൾ ഓടുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിയില്ലേ, ഈ വഴി ഇനി മാട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി
ഒരു അക്ക ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. നമ്മൾ വന്ന വഴി പോകാൻ പറ്റില്ല, മാട് കൊടുത്ത വഴി. നമ്മൾ വീട്ടിൽ കൂടെ പോവേണ്. നമ്മളിതാ മാട് വരാത്ത വഴി കൂടെ മാടുകളെ പോലെ പോവുകയാണ്. ഇന്ത വളി മാട് വരുമാ? വരാത് പോകട്ടെമാ. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ജല്ലിക്കെട്ടും ഒരു ഗ്രാമവും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ക ഒരു ഗ്രാമം, തമിഴ്നാട് ഗ്രാമം. കുറേ വീടുകൾ ഇങ്ങനെ അടിങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേ കൂടെ ഒരു സൈഡിലൂടെ മാട് വരില്ല എന്നവർ ഉറപ്പ് പറഞ്ഞ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വർഷത്തിൽ ഒരു തവണ ഇവിടെ ജല്ലിക്കെട്ട് നടക്കാറുണ്ട്. ഈ അക്കായാണ് നമ്മളെ സഹായിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ജല്ലിക്കെട്ട്? അടിപൊളി ലൈഫ് ടൈമിൽ ഇനി കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഉള്ള ഭയങ്കരമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ആദ്യം കുറച്ച് പേടിയായിരുന്നു. ഇപ്പൊ ശരി. പിന്നെ നമ്മൾ മറ്റേ പാട്ട് ഓർത്ത് കാള 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 നമ്മളെ സഹായിച്ചത്. നമ്മളെ ഇതുവഴി വരാൻ വേണ്ടി സഹായിച്ചത്. അതെ, കാന്തല്ലൂര്. പക്ഷെ 20 വർഷമായിട്ട് ഇവിടെ ആയിരുന്നു. മലയാളമൊക്കെ മറന്നുപോയി. താങ്ക്സ് അക്ക, ரொம்ப നന്ദി. പോട്ടോ, ഇനി വരുമ്പോ വേണ്ട അക്ക. ഇത് കോവിലാ? ഇവിടെ മെയിൻ പൂജ ഇതാണ്. നമ്മളെ ഓടെ കൂടെ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നതാ. അതാ അതിന് വഴി നമ്മൾ ഒരുവിധം രക്ഷപ്പെട്ടു വന്നപ്പോ അതാ ഇത് വഴി മാട് വരുന്നത്. ഏത് വഴി വേണോ മാട് വരാം. അങ്ങോട്ട് ഓടണം. ജല്ലിക്കെട്ട് കാളെ. ടെറസിന്റെ മുകളിൽ എല്ലാ ആൾക്കാരും കാളെ കാണാൻ നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഊട് വഴി കൂടെ ഇവിടെ എത്തിയപ്പം ഇതിലെയാണ് കാളെ ലാസ്റ്റ് വന്ന് ഓടി നിൽക്കുന്ന സ്ഥലം. പറഞ്ഞ പാവം പോലെ പറഞ്ഞു. மாட்டுக்கு ஓடும் மாடுகளுக்கு அதன் தேவராமன் ப்ரோ ஜல்லிக்கட்டு தெரியும். ஜல்லிக்கட்டு மாடு வந்துட்டே இருக்கு. நீங்க வண்டி பார்க் பண்ணிட்டு ஜல்லிக்கட்டு பாக்குறீங்க. திரும்ப பார்த்து திரும்ப போறோம். நீங்க மேல போங்க, ஊருக்குள்ள போங்க. മൊത്തത്തിൽ ഇത് ഏത് ഗ്രാമത്തിന്റെ പേരെന്തോന്ന്? ഗ്രാമം മൊത്തം ഉണ്ട്. ഇതാ അതിന്റെ വീട്ടിൽ തിരിച്ചു പോയി കെട്ട് കഴിച്ചു പോണ. അതാണ് ഇപ്പൊ എന്ത് ഭാവമായിട്ട് പോണം. രണ്ട് ചേച്ചിമാര് ലിഫ്റ്റ് വെച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ 1 കിലോമീറ്റർ അല്ലേ? സ്ഥലത്തിന്റെ പേരെന്തോ പോലെ എനിക്കറിയില്ല. ഏത് സ്ഥലം നിങ്ങളുടെ നാട്ടാമ്പെട്ടി. ലിഫ്റ്റ് കൊടുത്ത് ഫ്രണ്ടിലെ ആയില്ലായിരിക്കും. അതായിരിക്കും ചേട്ടൻ പറഞ്ഞത്. ഓ, പോയ ബസ് പോയില്ല. അങ്ങനെ നമ്മളിവിടെ ഇറക്കി. ഓക്കെ, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജല്ലിക്കെട്ട് നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ നമ്മൾ പൂണ്ടിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് പോലൂരാണ് കൊടൈക്കനാലിലെ ഏറ്റവും ലാസ്റ്റ് വില്ലേജ്, ഗ്രാമം പോലൂരാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ലെന്ന് തോന്നുന്നു വേറെ ഗ്രാമമൊന്നും. കൂക്കൽ, പൂണ്ടി, പൂമ്പാറ, മന്നമന്നൂർ, അതുപോലെ പോലൂരാണ് ഏറ്റവും ലാസ്റ്റിൽ വരുന്നത്. പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ്.
നല്ല സീനിക്കായിട്ടുള്ള വഴികളാണ്, നല്ല കൃഷിത്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും വാഷ്റൂം സൗകര്യമൊന്നുമില്ല. ആ വീടുകളിൽ പോലും വാഷ്റൂം സൗകര്യം ഇല്ലാത്ത ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുവാണെങ്കിൽ ക്ലൈമറ്റും സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അവിടെ കൊടൈക്കനാലിൽ 18 വരുന്നപ്പോൾ ഇവിടെ 10, 14, 12 ഒക്കെയാണ് ക്ലൈമറ്റ് വന്നിരുന്നത്. അങ്ങനെ നമ്മളിതേ സൺസെറ്റിൻ്റെ സമയം ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി, പൂമ്പാറ എത്തിയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വ്യൂ പൂമ്പാറ എത്തി, പൂമ്പാറ എത്തി. കൈ വിളക്കും, നല്ല തണുപ്പ്. പറയണം അത് കൂക്കൽ നിന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. കൂക്കലല്ല, നമ്മൾ ജല്ലിക്കെട്ടൊക്കെ കണ്ടിട്ട് കൊടൈക്കനാലിലേക്ക് പോകുന്നതാണ്. രാത്രി കുറ്റാക്കൂരിട്ട് നമ്മൾ 2 വണ്ടികൾ മാത്രം കണ്ടിട്ടുണ്ട്. അതൊരു നിഴല്